ആങ്സൈറ്റിയുടെ ഒരു ഏറ്റവും സിവിയർ ആയിട്ടുള്ള ഒരു പീക്കിലെത്തുന്ന ഒരു അവസ്ഥേനെയാണ് നമ്മൾ പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത്. പാനിക് അറ്റാക്ക് ഇതിപ്പം ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന പോലെ ഏതാണ്ട് ഒരുപോലെ പറയാൻ പറ്റുന്ന ഒരവസ്ഥ. അതായത് ആ ആങ്സൈറ്റി പീക്കിലോട്ട് എത്തുമ്പോൾ ഞാൻ ഇപ്പം മരിച്ചു പോകും, എനിക്ക് എന്തോ സംഭവിക്കാൻ പോവുക എന്നുള്ള ഒരു ചിന്ത വരുന്നു. ഹാർട്ട് ബീറ്റ് കൂടുന്നു, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് വരുന്നു, കൈകാല് വിറയ്ക്കുന്നു, ഇപ്പം വീഴാൻ പോകുന്നു. ഈ ഒരു പീക്ക് ഓഫ് ആങ്സൈറ്റീനെയാണ് നമ്മൾ പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഒരു പാനിക് അറ്റാക്ക് വന്നാൽ ഒരു 5 മിനിറ്റ് 20 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് ആണ് യൂഷ്വലി. ചിലപ്പോൾ ചില ആൾക്കാരിൽ അതിൽ കൂടുതൽ അതിൻ്റെ ഒരു അസ്വസ്ഥത നീണ്ടു നിന്നെന്ന് വരാം. അപ്പോൾ ഈ ഒരു സമയം കഴിയുമ്പോൾ അത് ഗ്രാജുവലി ഫെയ്ഡ് ഓഫ് ചെയ്യും. ഫസ്റ്റ് ഒരു വ്യക്തിക്ക് ഒരു പാനിക് അറ്റാക്ക് വരുമ്പം അവരത് റിയലൈസ് ചെയ്യാത്തതിനെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം അതിൻ്റെ പേഷ്യൻ്റെ എക്സ്പീരിയൻസ് അത്രയും ഡിഫിക്കൽട്ടാണ്. അവരുടെ ആ ഒരു അവർ കടന്നു പോകുന്ന ഒരു ആങ്സൈറ്റിയുടെ പീക്ക് എന്ന് പറയുന്നതും സിവിയറിറ്റി എന്ന് പറയുന്നതും വളരെ ഹൈ ആണ്. സോ ആ സമയത്ത് എനിക്ക് എന്ത് പറ്റി എന്ന് അവർക്ക് മനസ്സിലാക്കാൻ ഇത് പാനിക് അറ്റാക്ക് ആണ് എന്നുള്ളത് പലപ്പോഴും അവർ റിയലൈസ് ചെയ്യുന്നില്ല. സോ നാച്ചുറലി അവരൊരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ പോകുള്ളൂ. സോ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ പോകുന്നു, അവർ ടെസ്റ്റുകൾ ചെയ്യുന്നു, ECG എടുക്കുന്നു, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്ടർ പറയുന്ന ടെസ്റ്റുകളെല്ലാം ചെയ്ത് നോക്കുന്നു. പലപ്പോഴും ആ ടെസ്റ്റുകളിലൊന്നും ഒരു പ്രശ്നവും കാണത്തില്ല, എല്ലാം വളരെ നോർമലായിരിക്കും. സോ അപ്പോഴാണ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ റേസ് ചെയ്യുന്നത്, ഈ വ്യക്തിക്ക് എന്തുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ട് വന്നത്. സോ അതിൻ്റെ ഫർദർ അനാലിസിസിലേക്ക് പോകും. ഇവിടെ എന്തെങ്കിലും സ്ട്രെസ്സിൽ കൂടെ പേഷ്യൻ്റ് കടന്നു പോകുന്നുണ്ടോ, എന്തെങ്കിലും ലൈഫിലൊരു ഇമ്മീഡിയറ്റ് ചേഞ്ചസ് അവരുടെ ഇതിൽ ഉണ്ടായിട്ടുണ്ടോ, പാനിക് അറ്റാക്ക് വരാൻ കാരണം എന്താണ്, അല്ലെങ്കിൽ ഈ അവസ്ഥ വരാൻ കാരണം എന്താണെന്ന് അത് കഴിയുമ്പോഴേ ഒരു ചിന്തയിലോട്ട് പോകത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് അറ്റാക്ക് പലപ്പോഴും ഒരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലോട്ടോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഡോക്ടറിൻ്റെ അടുത്തോട്ടോ പോകുന്നത് നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. കാരണം അതുപോലെയാണ് എക്സ്പീരിയൻസ്.